നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, മുകഫിറാത്തും മാ ബൈനഹുൻ, അവയ്ക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള പാപമോചനമാണ്. ഒരാൾ ഒരു നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു, അടുത്ത നിസ്കാരം വരെ, അടുത്ത ഫർള് നമസ്കാരം വരെ അയാൾക്കത് പാപമോചനമാണ്. അഥവാ ഒരാൾ സുബ്ഹ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, പിന്നീട് ളുഹറും കൃത്യമായി നിസ്കരിക്കുന്നുവെങ്കിൽ ആ 2 നമസ്കാരങ്ങൾക്കിടയിലുള്ള ചെറുപാപങ്ങൾക്ക് പാപമോചനം ലഭിക്കും. അതുപോലെ തന്നെ ഒരു ജുമുഅയിൽ ഒരാൾ പങ്കെടുക്കുന്നു, അടുത്ത ആഴ്ചയിൽ അടുത്ത ജുമുഅക്കും പങ്കെടുക്കുന്നു എങ്കിൽ ഇൻഷാ അല്ലാഹ് അവയ്ക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ, ചെറുപാപങ്ങൾ മായ്ക്കപ്പെടാൻ അത് ഹേതുവായി തീരും. അതുപോലെ ഒരു റമദാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും പിന്നീട് അടുത്ത റമദാനും അതുപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ അവക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള പാപമോചനമാണ്. ഇദജ്തനബൽ കബായിർ, വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ, വൻ പാപങ്ങളിൽ നിന്ന് പ്രത്യേകമായി കൊണ്ട് തൗബ ചെയ്ത് മടങ്ങുവാൻ നമുക്ക് സാധിക്കണം.